ബിന്ദുവിനെ പേരൂർക്കട പോലീസ് സ്റ്റേഷനിലെ നീണ്ട 20 മണിക്കൂർ ചോദ്യം ചെയ്തത് അത് രാജ്യത്തെങ്ങും കേൾക്കാത്ത കാണാൻ കഴിയാത്ത രൂപത്തിലുള്ള ഒരു ശിക്ഷയായി തന്നെ ഞങ്ങൾ ഇതിനെ കാണുകയാണ്. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള യാതൊരു നിയമങ്ങളും പാലിക്കാതെയാണ് ബിന്ദുവിനെ അകത്ത് വെച്ചത്. ദാഹിക്കുന്ന സമയത്ത് വെള്ളം ചോദിച്ചപ്പോൾ കക്കൂസ് മാലിന്യം വേണമെങ്കിൽ എടുത്തു കുടിച്ചോ എന്ന് പറയുന്ന പോലീസുകാരൻ്റെ സംസ്കാരം ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പട്ടികജാതി വിഭാഗങ്ങളോടും പട്ടിക വർഗ വിഭാഗങ്ങളോടും പോലീസിൻ്റെയും ഭരണാധികാരികളുടെയും ഇത്തരം തെറ്റായ സമീപനം. പേരൂർക്കട സ്റ്റേഷനിലെ ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രം ആവുന്നില്ല, ഇതിന് പരിഹാരമാവുന്നില്ല. കട്ടും കവർന്നും ജീവിക്കുന്ന ആളുകളല്ല പട്ടികജാതിക്കാർ എന്നിവരെ ബോധ്യപ്പെടേണ്ടതുണ്ട്. നമസ്കാരം. ബിന്ദു എന്ന ദളിത് സ്ത്രീക്ക് പേരൂർക്കട പോലീസ് സ്റ്റേഷനിലും അതുകൂടാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും മാനസിക പീഡനം അനുഭവിക്കേണ്ടി വന്ന സംഭവത്തിൽ പൊതുസമൂഹത്തിൽ നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ഇപ്പോൾ KPMS എന്ന സംഘടന ഇപ്പോൾ ഈയൊരു ബിന്ദുവിനെതിരെ ഉണ്ടായ സംഭവത്തിനെതിരെ നീതി ലഭിക്കണം, തക്കതായ നിയമ നടപടി നമ്മുടെ സർക്കാർ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ബിന്ദുവിനെ പേരൂർക്കട പോലീസ് സ്റ്റേഷനിലെ നീണ്ട 20 മണിക്കൂർ ചോദ്യം ചെയ്തത് അത് രാജ്യത്തെങ്ങും കേൾക്കാത്ത കാണാൻ കഴിയാത്ത രൂപത്തിലുള്ള ഒരു ശിക്ഷയായി തന്നെ ഞങ്ങൾ ഇതിനെ കാണുകയാണ്. ബിന്ദു ഒരു വീട്ടിൽ ജോലിക്ക് പോകുന്നു. ആ വീട്ടിൽ 3 ദിവസമാണ് ആകെ ജോലി ചെയ്തത്. അവിടെ നിന്ന് മാല കാണാതെ പോകുന്നു. ഓമന ഡാനിയൽ എന്ന് പറയുന്ന സ്ത്രീ പരാതി കൊടുക്കുന്നു. പോലീസ് അവരെ വിളിച്ചു വരുത്തുന്നു. പോലീസ് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള യാതൊരു നിയമങ്ങളും പാലിക്കാതെയാണ് ബിന്ദുവിനെ അകത്ത് വെച്ചത്. ഒരാളെ അറസ്റ്റ് ചെയ്താൽ അവരുടെ സ്വന്തക്കളെയും ബന്ധുക്കളെയും അറിയിക്കണം. 3 പേരിൽ കുറയാത്ത ആളുകളുടെ അവരെ സാക്ഷിയാക്കി മൊഴിയെടുത്തുകൊണ്ട് വേണം ഇത്തരമൊരു സംവിധാനത്തിലേക്ക് പോകാൻ. ഇതൊന്നുമില്ലാതെ ആ വീട്ടിൽ 2 പെൺകുട്ടികളുള്ള ഒരമ്മ ഒരു രാത്രി മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തിയിട്ടും അവരുടെ ഭർത്താവിനോട് പറഞ്ഞില്ല, മക്കളെ അറിയിച്ചില്ല, അവർക്ക് ഭക്ഷണം കൊടുത്തില്ല. ദാഹിക്കുന്ന സമയത്ത് വെള്ളം ചോദിച്ചപ്പോൾ കക്കൂസ് മാലിന്യം വേണമെങ്കിൽ എടുത്തു കുടിച്ചോ എന്ന് പറയുന്ന പോലീസുകാരൻ്റെ സംസ്കാരം ഇത് കേരളമാണെന്നുള്ളത് ഈ പോലീസുകാർ മറക്കുന്നു, ഭരണാധികാരികൾ മറക്കുന്നു. ഇത് അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പട്ടികജാതി വിഭാഗങ്ങളോടും പട്ടിക വർഗ വിഭാഗങ്ങളോടും പോലീസിൻ്റെയും ഭരണാധികാരികളുടെയും ഇത്തരം തെറ്റായ സമീപനം കേരളമുണ്ടായ കാലം മുതൽ ഞങ്ങളിത് അനുഭവിച്ചു വരികയാണ്. അതുകൊണ്ടാണ് വഴി നടക്കാൻ സ്വാതന്ത്ര്യമില്ലായിരുന്ന കാലത്തും മഹാത്മാ അയ്യങ്കാളി വില്ലുവണ്ടി ഓടിച്ച ആ പാതയ്ക്ക് സമീപം ഇരുന്നുകൊണ്ടാണ് ഇവരിത്തരം വൃത്തികേടുകൾ കാണിക്കുന്നത് എന്നത് ബോധ്യപ്പെടേണ്ടതുണ്ട്. ഞങ്ങളിതുകൊണ്ട് അവസാനിപ്പിക്കുന്നില്ല. ഞങ്ങൾ പറഞ്ഞു വന്നത് ഇത് ഒരുപാട് പ്രദേശങ്ങളിൽ ഇത്തരം പട്ടികജാതിക്കാരെ ആക്രമിക്കുന്ന സ്വഭാവം, പട്ടികജാതിക്കാരുടെ പേരിൽ കേസെടുക്കുന്ന രീതി ഒക്കെ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് പോലും തുടരുകയായിരുന്നു. അവരൊക്കെ തൊഴിലാളി വർഗത്തിൻ്റെ പാതയിൽ നിന്ന് വരുന്നവരാണ് എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ടാണ് അവർ അധികാരത്തിലിരിക്കുന്നത്. അത്തരം ആളുകൾ അധികാരത്തിലിരുന്നുകൊണ്ട് അരികുവൽക്കരിക്കപ്പെട്ട ഒരു ആ ജനതയോട് യാതൊരു വിധത്തിലുള്ള മാന്യതയും കൽപ്പിക്കാതെ അവർക്ക് അർഹതപ്പെട്ട നിയമപരമായ സാധ്യതകൾ ഇല്ലാതെ അവരെ ക്രൂശിക്കുകയും അവരെ അധിക്ഷേപിക്കുകയും അവരെ മാനഹാനിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. ഒരു ഉദാഹരണം മാത്രമാണ് പേരൂർക്കട സ്റ്റേഷനിലേത്. പേരൂർക്കട സ്റ്റേഷനിലെ ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രം ആവുന്നില്ല, ഇതിന് പരിഹാരമാവുന്നില്ല. അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മുഴുവൻ പോലീസുകാരെയും സർവീസിൽ നിന്ന് പിരിച്ചു വിട്ടുകൊണ്ട് ഓമന ഡാനിയലിൻ്റെ പേരിൽ അട്രോസിറ്റി എന്ന നിലയിൽ ആക്ട് ഇട്ട് അവരുടെ പേരിൽ കേസെടുത്തുകൊണ്ട് അങ്ങനെ കേസെടുത്താൽ മാത്രമേ ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കൂ. അതോടൊപ്പം തന്നെ അവർക്ക് ബിന്ദുവിന് ഇന്ന് ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. നാണക്കേട് കൊണ്ട് പുറത്തേക്കിറങ്ങാൻ കഴിയാത്ത രീതിയുണ്ട്. അവർക്ക് ജീവിക്കാൻ കഴിയില്ല. കട്ടും കവർന്നും ജീവിക്കുന്ന ആളുകളല്ല പട്ടികജാതിക്കാർ എന്നിവരെ ബോധ്യപ്പെടേണ്ടതുണ്ട്. കക്കാൻ പോകുന്നവരും കവർന്നെടുക്കാൻ പോകുന്നവരും കൊള്ളയടിക്കുന്നവരല്ല. അതൊക്കെ ഇവിടെ വലിയ മാന്യന്മാരായിട്ടുള്ള ആളുകൾ ചെയ്തു വരുന്നവർ.
അതിനൊന്നും ഞാൻ അവരെയൊന്നും കുറ്റം പറയുന്നില്ല. അതുകൊണ്ട് ഈ ബിന്ദുവിന് കേരള സർക്കാർ ഒരു ജോലി കൊടുത്ത് ആ കുടുംബത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണല്ലോ ബിന്ദു ജോലിക്ക് പോയത്, പാത്രം കഴുകാൻ പോയത്. ഇവിടുത്തെ വരേണ്യ വിഭാഗത്തിൻ്റെ വലിയ സമ്പന്നന്മാരുടെ വീടുകൾ മോടിയായി കിടക്കുന്ന ഇത്തരം ആളുകൾ ജോലി ചെയ്തിട്ടാണ്, അവരുടെ മിറ്റം വൃത്തിയായി കിടക്കുന്ന ഇത്തരം ആളുകൾ ജോലി ചെയ്തിട്ടാണ് എന്ന ബോധ്യം ഇവർക്ക് കൂടി വരേണ്ടതുണ്ട്. അതുകൊണ്ട് സമൂഹ മനസാക്ഷി ഉണർന്നുകൊണ്ട് ഇതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്തരം ഒരു ധർണ നടത്തുന്നത്. ഈ ധർണ ഇവിടെ അവസാനിപ്പിക്കുന്നതല്ല. ഇത് ഏതറ്റം വരെ പോകും, ആ അറ്റം വരെ ഞങ്ങൾ നിയമപരമായും സർക്കാരിനെതിരെയുള്ള പോരാട്ടത്തിലൂടെയും ഞങ്ങളിതിന് വഴി കാണും എന്ന് ആണ് അഭ്യർത്ഥിക്കുന്നത്. അതുകൊണ്ട് മുഴുവൻ ജനങ്ങളും ഞങ്ങളോട് സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. എന്തായാലും ബിന്ദുവിൻ്റെ മാനസിക അവസ്ഥ നിലവിലിപ്പോൾ വളരെ മോശമാണ്. അത്തരത്തിലുള്ള ഒരു മുഖച്ഛായയാണ് ഈ കേസിലൂടെ അവർക്ക് ലഭിച്ചിരിക്കുന്നത് എന്നതാണ് ഈ KPMS ഭാരവാഹികൾ നമ്മളോട് വ്യക്തമാക്കുന്നത്. അതുകൂടാതെ ബിന്ദുവിന് നമ്മുടെ സർക്കാർ ജോലി നൽകണം എന്നും ഈ സംഘടന ആവശ്യപ്പെടുകയാണ്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.